ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ് ഇന്ത്യക്കെതിരെ ഉയർന്നുവന്ന കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിപ്പ് കേസ് സമീപകാലത്ത് രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഏകദേശം 4800 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പ് നടത്തിയെന്നായിരുന്നു സാംസങ്ങിനും അതിൻ്റെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള പ്രധാന ആരോപണം. ഈ കേസ് വിദേശ കമ്പനികളുടെ ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമായി കണ്ടിരുന്നു. ആ കഥയിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് DRI ആണ് സാംസങ്ങിനെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചത്. 2021 ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായി അന്വേഷണം ആരംഭിക്കുന്നത്. മുംബൈയിലെയും ഗുരുഗ്രാമിലെയും സാംസങ് ഓഫീസുകളിൽ DRI ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും ഇലക്ട്രോണിക് ഡിവൈസസും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. സാംസങ് മൊബൈൽ ടവറുകളിൽ ഉപയോഗിക്കുന്ന റിമോട്ട് റേഡിയോ ഹെഡ് RRH എന്ന മെയിൻ കമ്പോണൻസ് ഇറക്കുമതി ചെയ്തതിൽ ക്രമക്കേട് കാണിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ സൗത്ത് കൊറിയയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഏകദേശം 6700 കോടി രൂപ മൂല്യമുള്ള RRH ഉപകരണങ്ങൾ സാംസങ് ഇമ്പോർട്ട് ചെയ്തു എന്നാണ് DRI കണ്ടെത്തിയത്. ഈ ഉപകരണങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 10% മുതൽ 20% വരെ കസ്റ്റംസ് ഡ്യൂട്ടി നൽകേണ്ടതുണ്ടായിരുന്നു. എന്നാൽ സാംസങ് ഈ ഉപകരണങ്ങളെ മിസ്ക്ലാസിഫൈ ചെയ്ത് ഡ്യൂട്ടി ഒഴിവാക്കി എന്നാണ് ആരോപണം. അതായത് RRH ഒരു ട്രാൻസീവർ ആണെന്നും അതിന് നികുതി ബാധകമാണെന്നും കസ്റ്റംസ് അധികൃതർ വാദിച്ചു. എന്നാൽ സാംസങ് ഈ ഘടകം ട്രാൻസീവറിന്റെ വിഭാഗത്തിൽ പെടുന്നില്ലെന്നും നികുതിരഹിതമായി ഇറക്കുമതി ചെയ്യാൻ അനുവാദമുണ്ടെന്നും വാദിച്ചു. ഇത് ഗുഡ്സ് ക്ലാസിഫിക്കേഷന്റെ വെറും ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമാണെന്നും തങ്ങൾ ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്നും സാംസങ് വ്യക്തമാക്കി. വിശദമായ അന്വേഷണങ്ങൾക്കും തെളിവെടുപ്പുകൾക്കും ശേഷം കസ്റ്റംസ് അതോറിറ്റി 2025 ജനുവരിയിൽ ഒരു ഉത്തരവ് പുറത്തിറക്കി. ഈ ഉത്തരവിൽ സാംസങ് ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ചെന്നും അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വവും തെറ്റായ രേഖകൾ കസ്റ്റംസ് അധികൃതർക്ക് സമർപ്പിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി. ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഖജനാവിനെ വഞ്ചിച്ചുകൊണ്ട് സാംസങ് എല്ലാ ബിസിനസ് ധാർമ്മികതയും വ്യവസായ മാനദണ്ഡങ്ങളും ലംഘിച്ചുവെന്നും ഉത്തരവിൽ കസ്റ്റംസ് കമ്മീഷണർ സോണൽ ബജാജ് വ്യക്തമാക്കി. ഈ ഉത്തരവ് പ്രകാരം സാംസങ് 4460 കോടി രൂപ അടയ്ക്കാത്ത നികുതിയും അതിന്റെ 100% പിഴയും ഉൾപ്പെടെ നൽകാൻ നിർബന്ധിതരായി. കൂടാതെ കമ്പനിയിലെ 7 ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഏകദേശം 694 കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു. നെറ്റ്വർക്ക് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് സങ് ബിയോങ് ഹോങ്, CFO ഡോങ് വോൺ ചു, ഫിനാൻസ് ജനറൽ മാനേജർ ശീതൽ ജയൻ, ഇൻഡയറക്ട് ടാക്സസ് ജനറൽ മാനേജർ നിഖിൽ അഗർവാൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. സാംസങ് ഈ നികുതി ആവശ്യത്തെയും പിഴയെയും ചോദ്യം ചെയ്തുകൊണ്ട് മുംബൈയിലെ കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണൽ സെസ്റ്റാറ്റിനെ സമീപിച്ചു. 281 പേജുകളുള്ള തങ്ങളുടെ അപ്പീലിൽ സാംസങ് തങ്ങളുടെ വാദങ്ങൾ ശക്തമായി ഉന്നയിച്ചു. തങ്ങൾ തെറ്റായതൊന്നും നടത്തിയിട്ടില്ലെന്നും ഈ വിഷയം വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമാണെന്നും സാംസങ് ആവർത്തിച്ചു. സാംസങ്ങിന്റെ വാദങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം റിലയൻസ് ജിയോയുമായി ബന്ധപ്പെട്ടതായിരുന്നു. സാംസങ് ഇറക്കുമതി ചെയ്ത RRH ഉപകരണങ്ങൾ ഇന്ത്യയിലെ പ്രമുഖ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയ്ക്ക് വിൽക്കുകയായിരുന്നു. റിലയൻസ് ജിയോയും സമാനമായ രീതിയിൽ വർഷങ്ങളോളം ഈ ഘടകങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നതായും അധികാരികൾക്ക് ഈ ബിസിനസ് രീതിയെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും സാംസങ് ട്രൈബ്യൂണലിന് മുന്നിൽ വാദിച്ചു. 2017 വരെ റിലയൻസ് ഒരു താരിഫ് പേയ്മെന്റും കൂടാതെ ഇതേ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നുവെന്നും അതിനാൽ കസ്റ്റംസ് അധികാരികൾക്ക് ഈ രീതിയെക്കുറിച്ച് പൂർണ്ണമായി അറിയാമായിരുന്നുവെന്നും സാംസങ് വാദിച്ചു. 2017 റിലയൻസിന് ഒരു നികുതി മുന്നറിയിപ്പ് ലഭിച്ചിരുന്നുവെന്നും എന്നാൽ റിലയൻസ് ജിയോ അധികൃതർ ഈ വിവരം സാംസങ്ങിനെ അറിയിച്ചില്ലെന്നും സാംസങ് ആരോപിച്ചു. നികുതി അധികൃതർക്ക് തങ്ങളുടെ ക്ലാസിഫിക്കേഷൻ രീതിയെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും അത് മുമ്പ് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും സാംസങ് ചൂണ്ടിക്കാട്ടി. കൂടാതെ വിദഗ്ധരുടെ 4 അഭിപ്രായങ്ങളും സാംസങ് തങ്ങളുടെ വാദങ്ങളെ പിന്തുണയ്ക്കാൻ സമർപ്പിച്ചു. RRH ഒരു ട്രാൻസീവർ അല്ലെന്നും അതിനാൽ തീരുവ ഇല്ലാതെ ഇറക്കുമതി ചെയ്യാൻ കഴിയുമെന്നും ഈ വിദഗ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെതിരെ കസ്റ്റംസ് അധികൃതർ 2020 സാംസങ്ങിന്റെ തന്നെ ചില രേഖകൾ തെളിവായി ഹാജരാക്കി. ആ രേഖകളിൽ സാംസങ് ഈ ഘടകത്തെ ഒരു ട്രാൻസീവർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാംസങ്ങിന് ശരിയായ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നന്നായി അറിയാമായിരുന്നുവെന്ന് കസ്റ്റംസ് വാദിച്ചു. കമ്പനിക്ക് മേൽ ചുമത്തിയ വലിയ തുകയുടെ പിഴ കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ചുമത്തിയ 694 കോടി രൂപ പിഴയും വലിയ ചർച്ചയായി.
സാംസങ് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവായ രവി ചദ്ദ തനിക്കുമേൽ ചുമത്തിയ 950 ദശലക്ഷം രൂപ പിഴ അമിതവും ഏകപക്ഷീയവുമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചു. ശമ്പളം വാങ്ങുന്ന ഒരു ജീവനക്കാരന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഈ തുകയെന്നും ഇത് അടച്ചു തീർക്കാൻ തനിക്ക് 100 വർഷത്തിലേറെ എടുക്കുമെന്നും അദ്ദേഹം വാദിച്ചു. അദ്ദേഹവും വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷന്റെ ഇന്റർപ്രിട്ടേഷൻ മാത്രമാണെന്ന് ആവർത്തിച്ചു. കൂടാതെ ഒരു വലിയ കുറ്റകൃത്യവും നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പനിയിൽ നിന്നുള്ള മറ്റ് ഉദ്യോഗസ്ഥരായ സങ് ബിയോങ് ഹോങ്, ശീതൽ ജെയിൻ, നിഖിൽ അഗർവാൾ എന്നിവരും തങ്ങൾക്ക് മേൽ ചുമത്തിയ പിഴയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ടാക്സ് അതോറിറ്റീസ് തിടുക്കപ്പെട്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും തങ്ങൾക്ക് കൃത്യമായ വാദം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും സാംസങ് ആരോപിച്ചു. സാംസങ് ഈ നികുതി ആവശ്യത്തിനെതിരെ ട്രൈബ്യൂണലിലും കോടതികളിലും നിയമ പോരാട്ടം തുടരുകയാണ്. കേസ് പരിഹരിക്കാൻ വർഷങ്ങൾ എടുത്തേക്കാം. സാംസങ് ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് 8257 കോടി രൂപയോളമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഏകദേശം 4800 കോടി രൂപ വരുന്ന ഈ നികുതി ആവശ്യം കമ്പനിയുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിച്ചേക്കാവുന്ന ഒന്നാണ്. ഈ കേസ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികൾക്ക് ഒരു മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. നികുതി കസ്റ്റംസ് നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു. സാംസങ്ങിനെ കൂടാതെ ഫോക്സ്വാഗൺ പോലുള്ള മറ്റ് ചില വിദേശ കമ്പനികളും സമാനമായ ഇറക്കുമതി നികുതി തർക്കങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ത്യ വിദേശ കമ്പനികളുടെ ഇറക്കുമതി രീതികളിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തുന്നു എന്നതിന്റെ സൂചനയായും ഈ കേസുകൾ വിലയിരുത്തപ്പെടുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.